അതുപോലെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ആചാരങ്ങളുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറാം, ചില ക്ഷേത്രങ്ങളിൽ ഷർട്ടും ബനിയനും ഇട്ടുകൂടാം. അപ്പോൾ ആ ആചാരങ്ങൾക്കനുസരിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അതിന് മുമ്പിൽ തന്നെ മഞ്ചാടിക്കുരു വെച്ചിട്ടുണ്ടാവും. ഒരു വിളക്കുണ്ടാവും. ആ വിളക്കിൽ എണ്ണ ഒഴിച്ച് മഞ്ചാടിക്കുരുന്ന് വാരുക, എന്നിട്ട് ഭഗവാനെ തൊഴുക. 4 പ്രദക്ഷിണം, ഇരട്ട പ്രദക്ഷിണമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നല്ലത്. അപ്പോൾ പ്രദക്ഷിണം വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ വേറെ ഒരു ചിന്തയും പാടില്ല. ഓം നമോ നാരായണായ, അല്ലെങ്കിൽ നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്, അത് ചൊല്ലാം. അല്ലെങ്കിൽ ഒന്നും അറിയാൻ വേണ്ടി കൃഷ്ണ എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്ന് വെച്ച് പ്രദക്ഷിണം വയ്ക്കാം. ഭഗവാൻ ഇഷ്ടമുള്ളത് നമുക്ക് വഴിപാടുകൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. വഴിപാടുകളേക്കാൾ പ്രാധാന്യം ഭഗവാന് മനഃശുദ്ധിയും ശരീരശുദ്ധിയോടും കൂടി പോവുക. എപ്പോഴും ക്ഷേത്രത്തിൽ പോകുമ്പോൾ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വേണം പോകാനായിട്ട്. കാരണം വൃത്തിയായിട്ടും ശുദ്ധമായ മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ വേറെ ചിന്തകൾ പാടില്ല. കൂട്ടുകാരെ കാണും, പരിചയക്കാരെ കാണും, സംസാരിക്കാതിരിക്കുക. ഒറ്റ നാമം മാത്രം, ഭഗവാന്റെ നാമം മാത്രമേ നമ്മൾ സംസാരിക്കാവൂ. അത് കഴിഞ്ഞ് പ്രദക്ഷിണം വച്ച് തൊഴുതൊക്കെ കഴിഞ്ഞ് തീർത്ഥം പ്രസാദവും മേടിച്ച്, ശരിക്കും പറയുകയാണെങ്കിൽ തീർത്ഥം അകത്ത് വെച്ച് കുടിക്കരുതെന്നാണ് പറയണത്, നിർമാല്യമാവും. പുറത്ത് വന്നിട്ടാണ് കഴിക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ, ഒരുതരം ക്ഷേത്രങ്ങളിലൊക്കെ പുറത്താണ് തീർത്ഥവും പ്രസാദവും ഉണ്ടാവുക. ചില ക്ഷേത്രങ്ങൾ അകത്ത് കിട്ടും. അപ്പോൾ അത് നമ്മൾ കയ്യിൽ നിന്നെടുത്ത് നമ്മൾ തുണി വായിലൊഴിച്ച് തലയിൽ തൂക്കാം. ഒരിക്കലും നമ്മൾ ചുണ്ടത്ത് മുട്ടിക്കാൻ പാടില്ല. പ്രസാദമായാലും തൊടുക. അതുപോലെ കഴിക്കാൻ പ്രസാദമെങ്കിൽ പുറത്ത് പോയി കഴിക്കണം, അകത്ത് വെച്ച് കഴിക്കരുത്. അവരെ എച്ചിലാക്കരുത്.